കോഴിക്കോട് കുറ്റിച്ചിറ ദം ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പൂക്കിപ്പറമ്പ് രുചി കലവറ കാറ്ററിംഗ് ടീംസിന്റെ കൂടെയാണ് നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ കംപ്ലീറ്റ് റെസിപ്പി കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സവാള നല്ല രീതിയിൽ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുള്ള ഒരു വട്ട ചെമ്പിലേക്ക് ഇതാ തക്കാളി ഇങ്ങോട്ട് ചെരിഞ്ഞു കൊടുക്കുന്നുണ്ട്, കട്ട് ചെയ്തുള്ളത്. സുഹൈൽക്കാ തുടങ്ങിയല്ലേ? തക്കാളി ഉള്ളി നമ്മൾ ആഡ് ചെയ്തല്ലേ? പച്ച മസാല പച്ച മസാല അല്ലേ? വാട്ടിയ മസാല അല്ല, പച്ച മസാല. അപ്പൊ നമ്മള് ഇത് ഇതുവരെ കണ്ടിട്ടില്ല എങ്ങനെയാണ് ഈ കുറ്റിച്ചിറ ദം ബിരിയാണി കോഴിക്കോട് സ്റ്റൈലിൽ ഉണ്ടാക്കണം എന്നുള്ളത്. കോഴിക്കോട് ദം ബിരിയാണി അല്ലേ? കോഴിക്കോട് നമ്മൾ പഠിച്ചാണ്. പക്ഷെ നമ്മളെ സ്ഥലം ഇവിടെ പൂക്കിപ്പറമ്പാണ്, മലപ്പുറം. നമ്മള് കോഴിക്കോട് അക്ബറാക്കാണ് ഒരു ഭണ്ഡാരിയാണ്, അവിടെ പോയിട്ട് പഠിച്ചിട്ടുള്ള ഐറ്റം അല്ലേ? മല്ലിപ്പൊടി, നമ്മുടെ നാട്ടിലൊക്കെ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ഈ സവാള നന്നായിട്ട് വാട്ടിയിട്ടൊക്കെ ചെയ്യാറുള്ളത്. മുളക് പൊടി പലരും പല ഭണ്ഡാരികൾ പല രൂപത്തിലുണ്ടാക്കും. ഓക്കെ. മഞ്ഞപ്പൊടി നമ്മൾ ഓവറായിട്ട് ഉണ്ടാക്കും കേട്ടോ. മഞ്ഞപ്പൊടി ഒരു ആവറേജ് മഞ്ഞ ഉണ്ടാവുള്ളൂ. എത്ര ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്? ഇത് ഏകദേശം 1.5 കിൻഡല്ലേ? പച്ചമുളക് നന്നായിട്ട് ചതപ്പ്. മസാല നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പട്ട, ഏലക്കായ്, പൂവ്, ജാതിക്ക, ജാതിപ്പത്തിരി, സാജീരകം, തക്കോലം, വലിയ ജീരകം, ചെറിയ ജീരകം എല്ലാം കൂടി മിക്സ് ചെയ്ത് അടിച്ചിട്ടുള്ള. പല ആൾക്കാരും പല മസാല ഇട്ടോ. നമുക്ക് ഇന്ന മസാല ഒന്നുമില്ല, നമ്മുടെ സ്റ്റൈലിലുള്ള ഒരു ബിരിയാണി മസാല എന്ന് വേണമെങ്കിൽ പറയുന്നത്. പക്ഷെ നമ്മൾ പൊടിച്ച മസാല നമ്മൾ വേങ്ങൂല, നമ്മളായിട്ട് ഉണ്ടാക്കുന്ന മസാല. കരിവേപ്പിന്റെ ഇല, പുതിന, ചപ്പ്, മിൽമന്റെ തൈര് അല്ലേ? മിൽമന്റെ തൈര് പുളിപ്പ് ഉണ്ടാവും. കല്ലുപ്പ് അല്ലേ? പുളിപ്പിടൂല, കല്ലുപ്പ് പ്രത്യേക അവസ്ഥ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടല്ലേ? പച്ച മസാലയാണ്. ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് വാടുള്ളൂ, ഇത് ആദ്യം വേവിച്ചില്ലല്ലോ. നമ്മളെ സ്റ്റാഫാണ്. ഇവിടെ വരുന്നത് കോയ ചെയ്തല്ലേ? ഇത് നമ്മളെ മോലാളിയും നമ്മളെ സ്റ്റാഫും നമ്മളെല്ലാമായ മുഹമ്മദ്. ചെറുനാരങ്ങ പിങ്ങി, ഇഞ്ചി പേസ്റ്റ് ആക്കി. വെളുത്തുള്ളി ഭയങ്കര വിലയാണ് ഇപ്പൊ. 400 റുപ്യാണ് 1 കിലോ വെളുത്തുള്ളി. ഇതെന്ത് രണ്ടും അവസാനം ചേർക്കണം, ബാക്കി മസാല ചേർത്തതിന് ശേഷം? നമ്മളെ മസാലകളൊക്കെ റെഡി ആയല്ലോ. ഇതിപ്പോ ഇതിന്റെ ഉപ്പ് ഒക്കെ പുളിയൊക്കെ അറിഞ്ഞു. ഇതിന്റെ അവസാനത്തെ സത്തിലാണ് ഇപ്പം മൃഗത്തില് ഇതൊന്ന് മിക്സ് ചെയ്ത് അവസാനമായിട്ട് ഇതൊന്നും മിക്സ് ചെയ്യും. അതുപോലെ നമ്മളെ മസാലകൾ റെഡിയാണ്. അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുള്ള മസാല ഇനി ചെമ്പിലേക്ക് മാറ്റാണ്. ഈക്വൽ ആയിട്ട് ഇതിന് മസാല ആക്കും. 4 ചെമ്പില്ലേ? അപ്പൊ 1.5 കിൻഡിലുള്ള 4 ദമ്മായിട്ട് ഇടണല്ലേ? 1.40 ഒക്കെ ഉള്ളൂ. 4 ചെമ്പായിട്ട് ഒരേ മസാല 4 ചെമ്പായിട്ട് ഇടും. സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത് അല്ലേ? ഓരോരോ ചെമ്പക്ക്. ഇപ്പോഴും നമ്മൾ അടുപ്പിന് തീ കൊടുത്തിട്ടില്ല കേട്ടോ. അതിന് എപ്പോഴാണ് ഇറച്ചി വന്നതിന് ശേഷം? ഇറച്ചി വെച്ച് 1 മണിക്കൂർ ഏകദേശം നമ്മള് അത് മസാല തേച്ചിടും. മസാല തേച്ചിട്ടതിന് ശേഷം നമ്മള് നെയ്ച്ചോറാക്കിയിടും. ഒരു ഹാഫ് വേവ്, ഒരു 60% വേവിച്ചാണ് ഇതിന് വേണ്ടിട്ട് ചിരട്ടത്തിൽ. പിന്നെ ഇവിടെ നമ്മൾ കാര്യം ശ്രദ്ധിക്കുക, അടിയിൽ മൊത്തം ചിരട്ടയിലിട്ട് കൊടുത്തേ. ചിരട്ട ഈ ചിരട്ടന്റെ ആവിക്കാണ് ഇതിന് ചിരട്ടന്റെ തീനാണ് ഇത് വേവ്. ദമ്മ് പൊട്ടി കഴിഞ്ഞ ശേഷം ഈ എയർ വരും. ചിരട്ട കത്തിന് ശേഷം ഒരു 10-15 മിനിറ്റ് എയർ വരും. അപ്പൊ വിറക് വിറകൊന്നുമില്ല. അപ്പൊ ഇതിൽ ഇനി വിറക് കൊടുക്കൂല? ഇല്ല, വിറകൊന്നുമില്ല. ചിരട്ട മാത്രം ഇട്ട് കത്തി. അണ്ടിപ്പരിപ്പും മുന്തിരി വെള്ളത്തിൽ തന്നെ എടുക്കാല്ല, ഇടാൻ മറന്നാ? അല്ല, അത് കഴുകി വെച്ചതാണ് ഒന്ന് കുതിർത്താൻ വേണ്ടിട്ട്. ഇനി നമ്മൾ ഉള്ളി പൊരിച്ചിക്കാണ്ട് അതിൽ പൊരിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബിരിയാണിയിൽ ആഡ് ചെയ്യല്ലേ? അതില് സത്തുകളുണ്ടാവും. ഇങ്ങനെ കണ്ടെയ്നർ കുറെ കാലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന സംഭവമല്ലേ, അതുകൊണ്ടാണ് വെള്ളത്തിൽ വെച്ചത്. 1 അരമണിക്കൂർ വെള്ളത്തിൽ കൊഴുപ്പ് പോകാൻ വേണ്ടിട്ട്. കഴിഞ്ഞ ദിവസം പൊരിച്ചെടുക്കും. ഉള്ളി വാട്ടിയ ഉള്ളിൽ പൊരിച്ചെടുക്കും. ഏകദേശം ടൈം ഒരു 5 മണി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ എത്തിയിട്ടുണ്ട് കേട്ടോ, നമ്മളെ ബിരിയാണിക്കുള്ള. പിന്നെ ലഗോൺ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ടതാ നേരത്തെ നമ്മൾ സെറ്റ് ആയിട്ടുള്ള മസാലയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ബിരിയാണിയുടെ സ്റ്റൈലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു വ്യത്യാസമുണ്ട്, ഇത് ഇതുവരെ വേവിച്ചിട്ടില്ല. നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ഈ ടൈം ആകുമ്പോഴത്തേന് നല്ല രീതിയിൽ വേവായിട്ടുണ്ടാവും കേട്ടോ. ഒരു കറി രൂപത്തിലൊക്കെ നല്ല മസാലയായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഒന്നും കണ്ടില്ല, അടിയിൽ തീ കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ തൊട്ട് പുറത്ത് തന്നെ വെള്ളം തിളക്കാൻ പാകത്തിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1.5 മണിക്കൂറായി ഇപ്പോൾ മസാല തേച്ച് വെച്ചിട്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അരി നെയ്ച്ചോറാക്കി എടുക്കും. ഇതിൽ പ്രധാനമായിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ടൈമിൽ വെക്കണല്ലേ മസാല വെച്ചിട്ട്? ഏകദേശം 1.5 മണിക്കൂർ വെക്കണം, മസാല പൊടിക്കുള്ളൂ. ഈ മസാല എടുത്ത് നമ്മൾ നെയ്ച്ചോറാക്കിയാണ്, ഊറ്റിയിടല്ലേ, വറ്റിക്കാണല്ലേ. അപ്പൊ അത് കറക്റ്റ് അളവിലാവട്ടും അരിക്കനുസരിച്ചുള്ള വെള്ളം വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഇല, കരിവേപ്പിൻ്റെ ഇല, ഏലക്കായ് എല്ലാം അടങ്ങി. നമ്മൾ പൈനാപ്പിൾ ഇടുന്നു. പൈനാപ്പിൾ പറഞ്ഞാൽ ബിരിയാണി എസൻസിന്റെ പകരമായിട്ട് പൈനാപ്പിൾ കൊടുക്കണം. ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് അത് എസൻസ് കൊടുക്കണം, എസൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇഞ്ചി അല്ല, സാധാരണ ഇങ്ങനെ അരി ഉപയോഗിക്കുന്ന സമയത്ത് ഇഞ്ചി നമ്മൾ ഇഞ്ചി ഇടും. ഇഞ്ചി ഇടും, വെളുത്തുള്ളി ഇടും, പച്ചമുളക് അരച്ചിടും, പേസ്റ്റ് ആക്കിയിടും. ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇടും. വെളുത്തുള്ളി എന്ന് വെച്ചാൽ നമ്മൾ വറ്റിക്കല്ലേ, വറ്റിക്കുമ്പോൾ റൈസിൽ എന്താ പറയാ, ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവുക, ടേസ്റ്റ് ഉണ്ടാവില്ല അരിയിലല്ല. അരി ഊറ്റിയെടുക്കുക മാത്രല്ലേ, ഇത് അരി ഊറ്റിയെടുക്കലല്ല, നമ്മൾ വറ്റിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ മസാല കഴിച്ചില്ലേ, അതേപോലെ തന്നെ അതിന്റെ ബാക്കിയാണ് മസാല. ഫ്രണ്ട്സ്, ഇതൊക്കെ നമ്മൾ റൈസ് വേവിച്ചെടുക്കണ ആ ഒരു സംഭവം ഉണ്ടല്ല, അതിലായിട്ട് ആഡ് ചെയ്യുന്നത്. അതല്ല, സൺഫ്ലവർ ഇപ്പോൾ ഒരു 4-5 പാക്കായില്ലേ ഇതിൽ വയ്ക്കണേ? ഇത് ഏകദേശം ഒരു 60 കിലോ റൈസ് ഉണ്ട്. 60 കിലോ റൈസിന് വേണ്ടിയുള്ള സംഭവമാണ്. 63 കിലോ റൈസ് ഉണ്ടാവും. അതിന് 7 ലിറ്റർ സൺഫ്ലവർ ആയിരിക്കും. 7 ലിറ്റർ സൺഫ്ലവറാ? 7 ലിറ്റർ. ക്യാരറ്റ്, പൈനാപ്പിള്, ഏലക്കായ്, പട്ട, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഈ റൈസ് പ്രത്യേക സ്മെല്ലും പ്രത്യേക ടേസ്റ്റും വയ്ക്കാൻ. സാധാരണ ഊറ്റിക്കാണ്ട് നമ്മള് അതിലേക്ക് എടുക്കും. എല്ലാ റൈസിലും എന്താ പറയാ, എല്ലാ റൈസിലും സൺഫ്ലവർ ആർക്കേജ് പിടിക്കില്ല. ഇത് എല്ലാ റൈസിലും സൺഫ്ലവർ ആർക്കേജ് പിടിക്കും. അതിനാണ് ഈ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതിക്ക് ആർക്കേജ് ഇടാണ്ടാവില്ല? തൊട്ടടുത്ത് തന്നെ ചൂടാക്കാൻ വേണ്ടി റെഡി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? കല്ലുപ്പ് അല്ലേ? കല്ലുപ്പ് മസാലയ്ക്കും എല്ലാം കല്ലുപ്പ്. ശരിക്കും കാണുമ്പോൾ തന്നെ ആ ഒരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ റൈസ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇപ്പൊ കാണുന്നുണ്ട്. അങ്ങനെ ഫൈനലായിട്ട് ആർക്കേജ് ആഡ് ചെയ്യാണ്. ഇതെന്താ രാവിലെ പൊറോട്ടക്കുള്ള മൈദ വെക്കുക? അല്ലല്ല, ഇത് ബിരിയാണി നമ്മൾ ദമ്മോട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് മേലെ മൊത്തം വെച്ചിട്ടാണ് മൂടി കഴിയുമ്പോൾ വെക്കല്. ആവി പുറത്തേക്ക് പോകാതിരിക്കാനാണ്. അപ്പോൾ ആവി പുറത്തേക്ക് പോകാതിരിക്കാൻ ഇത് വെച്ച് മൂടി വെച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് ചിരട്ടക്ക് തീ കൊടുക്കുന്നത്. നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ അരി ആഡ് ചെയ്യാണ്. ഇതിപ്പോ ഇങ്ങനെ വറ്റിയല്ലേ, അപ്പൊ ഇതിന്റെ വേവ് എങ്ങനെയാ അറിയാം? നമുക്കൊരു 3/4 വേവില് കിട്ടേണ്ടത് അതിനനുസരിച്ച് നമ്മള് അളവെടുത്തത് വെള്ളത്തിന്റെ അളവല്ലേ? അപ്പൊ കംപ്ലീറ്റ് ഇത് വറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള വേവ് എത്തൂല അല്ലേ? ഇല്ല, ഒരു ജഗ് അരിക്ക് ഒരു ജഗ് വെള്ളം, ആ രീതിക്ക് എടുത്തുള്ള അല്ലേ? ബാക്കി നമ്മൾ അതിൽ ദമ്മിൽ പോകും. ഈ പുറത്തുള്ള ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ദമ്മിലിട്ട് പോയിക്കും അല്ലേ? ജോക്കർ ബാലാജിയാണ്. പക്ഷെ കയമൊക്കെയാണെങ്കിൽ ഇതിനാട്ടും വേവ് ഒന്നും പാടെ വെള്ളം കുറക്കും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് 3/4 വേവ് നോക്കിയിട്ട് ഊറ്റിടേണ്ട ആവശ്യമില്ല. അത് ഇരുന്ന് വറ്റിയതിന് ശേഷം മാറ്റിയാൽ മതിയല്ലേ? ഏറ്റവും മേലത്തെ അടിച്ചോറായി പോകും. അടിയിലുള്ളത് മേൽച്ചോറായി വരും അല്ലേ? നമുക്ക് എങ്ങനെ ഇതിലേക്ക് ഇടുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ നോക്കാം. കുറച്ച് പണിയാട്ട പരിപാടി. ഞാൻ അടുപ്പത്തുനിന്ന് ചെമ്പുത ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും ടോപ്പ് ലെയറിലുള്ളത് ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചിക്കനോട് ചേർന്നിട്ടല്ലേ? 2 തമ്മിക്കുള്ള അരി മാത്രമല്ല പെട്ടല്ലേ? 2 ചെമ്പുക്കുള്ള. ഇന്ന് വരെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണാത്തൊരു സംഭവമാണത്. നിങ്ങൾ ദമ്മിടുന്ന സമയത്ത് എല്ലാ ബിരിയാണി ദമ്മിടുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്? ദമ്മ് ബിരിയാണി ഇങ്ങനെ തന്നെയല്ലേ? നമ്മൾ തുടക്കത്തിൽ ഉള്ളി വാട്ടിയിട്ട്
അങ്ങനെ ഗ്രേവി ആക്കിയിട്ട് നമ്മൾ ബിരിയാണി വെക്കുന്ന സ്റ്റൈൽ പറഞ്ഞില്ല, അത് അതിൽ ഇങ്ങനെ ദം കൊടുക്കാം. അതിലിങ്ങനെ ഇടല്ല. അത് ദം ബിരിയാണി പറയില്ലല്ലോ. ദം എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്ക് വേവിച്ചാലേ ദം അറിയാം. വാട്ടി വേവിച്ചതല്ലേ? വാട്ടി വേവിച്ചത്. അപ്പൊ നമ്മൾ വിചാരം മേലെ മൂടി വെച്ചിട്ട് അതിന്റെ മേലെ കടലിട്ട് കഴിഞ്ഞാൽ പിന്നെ ദമ്പായി എന്നുള്ളൊരു ധാരണ ഉണ്ട്. മൈദ ഒട്ടിച്ച് അങ്ങനെ ദം ബിരിയാണി അല്ലേ? മറ്റേ പച്ച മസാല വാട്ടിയ ബിരിയാണി അല്ലേ? രണ്ടും വ്യത്യാസം ഉണ്ടോ? അങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ ദമ്മ് ഇവിടെ സെറ്റാക്കാൻ പോവാണ്. വെയിറ്റ് ഉള്ളൊരു കല്ലുകൂടി മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഈ ചെമ്പിനടിയിൽ തീ കൊടുക്കാനുള്ള പരിപാടി നോക്കണ്ട. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇനി അത് വെന്തോ ഇല്ലെന്നൊക്കെ അറിയാം. എങ്ങനെ അതായത് ഇതിന്റെ ഉള്ളിൽ തിങ്ങി ഏത് ഈ മൈദന്റെ ഇടയിൽ കൂടെ പുറത്തേക്ക് വരുമോ? അപ്പൊ ഇങ്ങനെ ഒരു കാറ്റ് പോലെ പുറത്തേക്ക് വരുമല്ലേ? അങ്ങനല്ലേ? അപ്പൊ പിന്നെ നമ്മൾ കത്തിക്കൂല. ഈ ഒരു ആവി പുറത്തേക്ക് വരുന്ന വരെയാണ് ഈ നന്നായിട്ട് കത്തിച്ചോട്. അത് ചിരട്ട മാത്രമേ ഉപയോഗിക്കുള്ളൂ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ കണ്ടില്ലേ, ദമ്മ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ആവി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ദമ്മ് പൊട്ടിയിട്ട് ആവി വരുന്നത് കണ്ടില്ല, ഇവിടെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കോഴിക്കോടൻ കുറ്റിച്ചിറ ദം ബിരിയാണി ഒരു ദമ്മ് ഇവിടെ സെറ്റായിട്ടുണ്ട്. രണ്ടാമത്തെ ഇതവിടെ ദമ്മ് പൊട്ടിയിട്ട് ഇനി മുകളിൽ കനലിടാനുണ്ട്. അതേപോലെ തന്നെ 3, 4 ഇതവിടെ നേരത്തെ മസാല അടിച്ചതിൻ്റെ മുകളിൽ റൈസ് കാര്യങ്ങൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ദമ്മിടുള്ള പരിപാടിയിലാണ്. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ ദമ്മ് പൊട്ടിക്കാൻ പോകട്ടെ, അതിൻ്റെ പരിപാടിയിലാണ്. അതിൻ്റെ മുകളിൽ ആ കണൽ കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം അതിട്ട് തുറന്ന് ഇനി ഇത് ഇളക്കുന്ന സമയത്തുണ്ട് പുറത്തേക്ക് വരുന്ന ആവി ഉണ്ടല്ലോ, ആ ആവിയിലൊരു സ്മെല്ലുണ്ടായിരുന്നിട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. നമുക്കറിയാം റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ഒരുപാട് മസാല കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അതിനകത്താണ് റൈസ് ഇട്ടിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. സംഭവം അടിപൊളി വെറൈറ്റി തന്നെ. പിന്നെ കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വറുത്തെടുത്തതും കൂടി അതിൻ്റെ മുകളിൽ കുറച്ച് സവാള ഉണ്ടാവും കൂടി മുകളിൽ ഒന്ന് വിതറി കൊടുത്ത് ഇനി ഇവിടുന്ന് ഇത് കിച്ചണിൻ്റെ അവിടെ നിന്ന് നേരിട്ട് ഓഡിറ്റോറിയത്തിന് ഇത് വിളമ്പുന്ന സ്ഥലത്തേക്ക് കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങോട്ട് മാറ്റുന്ന കാഴ്ച കാണുന്നത്. ഇവിടെ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നുള്ള ഗസ്റ്റുകൾ. അപ്പോൾ നമുക്കിതൊന്ന് വിളമ്പിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് ആ ഒരു റൈസ് കുറച്ച് മാറ്റി കഴിഞ്ഞ ശേഷം ഏറ്റവും അടിത്തട്ടിലാണ് ഇതിൻ്റെ നമ്മുടെ ചിക്കന് വരുന്നതും അതിൻ്റെ മസാല വരുന്നതും. ഈ പ്ലേറ്റ് കൊണ്ട് ഇങ്ങോട്ട് കോരുന്ന സമയത്ത് തന്നെ ആ ചിക്കൻ്റെ മുകളിൽ നിന്ന് ആ മാംസം ഇങ്ങനെ തെന്നി മാറുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേവായിട്ടുണ്ട്. നമുക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും ഇത് വേവാവോ ഇല്ല എന്നല്ലേ. പക്ഷേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പണ്ടാരിമാർ തന്നെ ഈ വർക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അത് ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിത് കഴിക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കഴിച്ചപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവൽ തന്നെയായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ കഴിച്ചൊരു ബിരിയാണി ഉണ്ടല്ലോ, സാധാരണ ആദ്യം തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് കഴിക്കുന്ന ബിരിയാണി, അതല്ലാത്ത അതിന് ഒരു വ്യത്യാസം. അതായത് കോഴിക്കോടൻ സ്റ്റൈൽ ആ കുറ്റിച്ചിറ ബിരിയാണി ദം ബിരിയാണി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ശരിക്കും അതിൻ്റേതായ ആ ടേസ്റ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിന് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബൈ.